നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ടുള്ള സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിന്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലിവിങ് ദ ഗോൾ എന്ന ഈ ഒരു ഡിസ്കഷനിൽ സഹജമാർഗത്തിലെ 10 പ്രമാണങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനാണ്. എന്താണ് ശരിക്കുള്ള ക്യാരക്ടർ? ചാരുജി മഹാരാജ്, സഹജമാർഗത്തിന്റെ ഗുരുനാഥനായിരുന്ന ചാരുജി മഹാരാജ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ക്യാരക്ടർ ഇസ് നത്തിങ് ബട്ട് പ്യുവർ ലവ് എന്നാണ്. ശരിക്കുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പ്യുവർ ലവ്. അവിടേക്കാണ് നമ്മുടെ യാത്ര. ആ പ്യുവർ ലവ്, പ്യുവർ ലവ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ, ഗോഡ് ഇസ് ലവ് എന്ന് പറയും. അതാണ് ശരിക്കും ക്യാരക്ടർ, നമ്മുടെ ശരിയായിട്ടുള്ള ക്യാരക്ടർ, നമ്മുടെ ഫൈനൽ വേർഷൻ. അതാണ് പ്യുവർ ലവ്. അപ്പൊ ആ ലവ് ആയി തീരുന്നത് വരെ നമ്മുടെ ഈ ജീവിത യാത്രകൾ തുറന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതയാത്രകൾ എന്ന് പറഞ്ഞാൽ ഒരു ജന്മത്തിൽ നിന്ന് അടുത്ത ജന്മം മാത്രമല്ല, ഈ ലൈഫ് തന്നെ ഒരു യാത്രയാണ്. രാവിലെ ഉണരുന്നു, വൈകുന്നേരം ഉറങ്ങുന്നു, പിന്നെ രാവിലെ ഉണരുന്നു. സൈക്കിൾസ് ആണ്. ഈ ഉണരലും ഉറങ്ങലും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് എവിടെയായിരുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ഈ ലോകത്തിലുള്ള എല്ലാത്തിനും ശക്തി നൽകുന്നത് ഈ ഞാൻ ആണ്. ഞാൻ ഉപയോഗിക്കുന്ന മനസ്സ് എന്നുള്ള ശക്തിയാണ് ഈ ലോകത്തിന് മുഴുവൻ സ്ട്രെങ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മാജിക് വേർഡ് ആണെന്ന് ബുക്ക് ഓഫ് മിർദാദിൽ പറയുന്നത്. ഞാനില്ലെങ്കിൽ ഒന്നിനും ശക്തിയില്ല. ഞാനാണ് എൻ്റെ ശരീരത്തിന് ശക്തി കൊടുക്കുന്നത്, എൻ്റെ സൃഷ്ടികൾക്ക് ശക്തി കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ വേറൊരു വശമാണ് ഞാനാണ് ഈ നെഗറ്റീവായിട്ട് ചിന്തകൾക്കും ശക്തി കൊടുക്കുന്നത്. അതാണ്
മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾക്ക് പ്രതികാരേച്ഛ പുലർത്താതിരിക്കുക, നന്ദിപൂർവ്വം അവരെ ദിവ്യ പുരസ്കാരങ്ങളായി കരുതുക എന്നതിന്റെ അടിസ്ഥാനം. റെസിസ്റ്റ് നോട്ട് ഈവിൾ എന്ന് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു. നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമ്മളെ ആരെങ്കിലും വിഷമിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ പകരം ചോദിക്കണം, റിവെഞ്ച് എടുക്കണം. റിവെഞ്ച്ഫുൾ ആറ്റിറ്റ്യൂഡ്. അത് മനുഷ്യന്റെ തലത്തിലായാലും സമൂഹത്തിന്റെ തലത്തിലായാലും രാജ്യങ്ങളുടെ തലത്തിലായാലും ഈ ഒരു റിവെഞ്ച്ഫുൾ ആറ്റിറ്റ്യൂഡ്, ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയും. ഐ ഫോർ ഐ, ടൂത്ത് ഫോർ ദ ടൂത്ത്. മഹാത്മാഗാന്ധിജി പറഞ്ഞു, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ എല്ലാവരും അന്ധന്മാരായി മാറണം. കാരണം എല്ലാവരും കണ്ണുകൾ അങ്ങോട്ട് കുത്തിപ്പൊട്ടിച്ചാൽ പിന്നെ ആരൊക്കെ കണ്ണു കാണും? 2 കൈകൾ അടിച്ചാലേ ശബ്ദം ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഒരു കൈ മാത്രം അടിച്ചാൽ ശബ്ദം ഉണ്ടാവില്ല. അപ്പൊ ഒരു കൈ അടിക്കാതിരുന്നാൽ മതി. അതിനാണ് ബഫറിങ് എഫക്റ്റ് പറയുന്നത്. നമ്മുടെ വീട്ടിൽ അങ്ങനെ അടിക്കാത്ത ഒരു കൈയുണ്ട്, അതാണ് അമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അമ്മ വീട്ടിലുള്ളപ്പോൾ സമാധാനം ഉണ്ടാവും. ബഫറിങ് ഏജന്റ് ആണ്. മക്കളുടെ വിഷമങ്ങളും ചീത്തകളും ബഹളങ്ങളും, ഭക്ഷണം ശരിയായില്ല, എന്താ അമ്മ എന്റെ ഡ്രസ്സ് തേച്ച് വെക്കാൻ, ഭർത്താവിന്റെ ദേഷ്യം, ഇതെല്ലാം കേട്ടിട്ട് അതെല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് ഈ കുടുംബത്തിൽ ഹാർമണി കൊണ്ടുവരുന്നത് അമ്മയാണ്. ഒരു ചക്രത്തിന്റെ ആക്സിൽ പോലെ ആണെന്നാണ് ചാരുജി മഹാരാജ് പറയുന്നത്. അതുകൊണ്ട് അമ്മ മരിച്ചു കഴിയുമ്പോഴേക്കും ഫാമിലി ഛിന്ന ഭിന്നമായി പോകും. മിക്ക ഫാമിലിയും കണ്ടറിയാം, അമ്മ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ യോജിച്ചിരിക്കും. അമ്മാത്തേക്ക് പോവുക എന്ന് പറയും, അമ്മയുടെ വീട്. അപ്പോഴാണ് നമ്മൾ വെക്കേഷൻ അമ്മയുടെ വീട്ടിലേക്ക് പോകുക. ഒരു റിട്ടേണിംഗ് ആണ് അമ്മയുടെ വീട്ടിലേക്ക് പോവുക, നമ്മുടെ മാതൃ ഹൃദയത്തിലേക്കുള്ള യാത്ര. അത് തന്നെയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഒരു മാതൃഹൃദയമുണ്ട്, അതിലേക്ക് നമ്മൾ സ്നേഹത്തിന്റെ ഹൃദയം, അതിലേക്കുള്ള യാത്ര. അതിന്റെ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സിംബോളിസമാണ് അമ്മ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അമ്മയ്ക്ക് പകരം അവിടെ സ്നേഹം കൊണ്ടുവരാം. അമ്മ ഒരു സിമ്പിളാണ്. അപ്പൊ അമ്മ നമുക്ക് തന്നിട്ടുള്ള സ്നേഹം ഫാമിലിയുടെ നെടുന്തൂണായി നിൽക്കുകയാണ്. പിന്നെ ഒരിക്കലും അവിടെ ഡിസ്ഹാർമണി ഉണ്ടാവില്ല. അത് ഫാമിലിയിൽ നിന്ന് ലോകത്തിലേക്കും പ്രപഞ്ചത്തിലേക്കും വ്യാപിക്കണം. നമ്മുടെ മുൻ പ്രസിഡന്റായിട്ടുള്ള APJ അബ്ദുൽ കലാം യുണൈറ്റഡ് നേഷൻസ് നടത്തിയൊരു പ്രസിദ്ധമായുള്ള പ്രസംഗമുണ്ട്, ഹാർമണി ബിഗിൻസ് ഇൻ വൺസ് ഓൺ ഹാർട്ട് എന്നാണ്. എൻ്റെ ഹൃദയത്തിൽ ഹാർമണി ഉണ്ടെങ്കിൽ കുടുംബത്തിൽ ഹാർമണി ഉണ്ട്, കുടുംബത്തിൽ ഹാർമണി ഉണ്ടെങ്കിൽ സൊസൈറ്റിയിൽ ഹാർമണി ഉണ്ടാവും, സൊസൈറ്റിയിൽ ഹാർമണി വരികയാണെങ്കിൽ രാജ്യത്തിലും ലോകത്തിലൊക്കെ വരും. അപ്പൊ നമ്മുടെ സമാധാനവും സ്നേഹവും ഒക്കെ ആരംഭിക്കുന്നത് എൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പൊ അതാണ് ഈ റിവെഞ്ച്ഫുൾ ആറ്റിറ്റ്യൂഡ് വെക്കരുത് എന്ന് പറയുന്നത്. നമ്മൾ ഫൊർഗീവ് ചെയ്യാൻ പഠിക്കണം, ക്ഷമിക്കാൻ പഠിക്കണം. ഫൊർഗീവ് ചെയ്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുന്നത്? എന്താണ് ഫൊർഗീവ് ചെയ്യാതിരിക്കാൻ കാരണം? നമ്മൾ ഇതുവരെ ഉണ്ടായുള്ള അനുഭവത്തിൽ കുടിക്കിടക്കണം, പാസ്റ്റിൽ കുടിക്കണം. പാസ്റ്റ് ഇസ് ഡെഡ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഡെഡിൽ കുടിക്കണം, മരിച്ച സാധനത്തിൽ കുടിക്കിടക്കുമ്പോഴാണ് നമുക്ക് ഫൊർഗീവ് ചെയ്യാൻ പറ്റാത്തത്. റിവെഞ്ച്ഫുൾ എന്ന് പറഞ്ഞാൽ റിയാക്ട് ചെയ്യണം. നമ്മൾ പാസ്റ്റ് തന്നെ, പാസ്റ്റിന് ഒരിക്കലും ലൈഫില്ല. സ്വാമി യുക്തേശ്വരൻ പരമഹംസ യോഗാനന്ദനോട് പറയുന്നുണ്ട്, പാസ്റ്റിനെ നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഗ്രന്ഥങ്ങളിൽ റിലൈ ചെയ്യരുത്, കാരണം അത് പാസ്റ്റ്. പ്രസന്റ് മാത്രമേ നമ്മളെ പ്രസൻസിലേക്ക് എത്തിക്കാൻ പറ്റൂ. അതാണ് സഹജമാർഗം പഠിപ്പിക്കുന്നത്. പ്രസൻസ്, അതാണ് പ്രാണാഹുതി എന്ന് പറയുന്നത്. പ്രസൻസ്, അബ്സല്യൂട്ട് പ്രസൻസ് എന്ന് പറയുന്ന സ്നേഹത്തിന്റെ ഫ്ലോ. അത് അനുഭവിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ആ തരത്തില് ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെപ്പോഴും നമ്മളുടെ നന്മയല്ലേ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഏറ്റവും ഉയർന്ന നന്മ ഫൊർഗീവ്നെസ് ആണ്. കാരണം എൻ്റെ ഉള്ളിലുള്ള സ്നേഹം വികസിച്ച് വരുന്നു. എൻ്റെ ഉള്ളില് പീസ്, ഹാർമണി വികസിച്ച് വരുന്നു, സ്നേഹം വികസിച്ച് വരുന്നു. എൻ്റെ ന്യൂറൽ ചാനൽസ് എല്ലാം ഓപ്പൺ ആവുന്നു. എനിക്ക് ശരിയായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാൻ സാധിക്കും. കാരണം പാസ്റ്റ് എന്നെ, ഭൂതകാലം എൻ്റെ ജീവിതത്തെ ഇടപെടുന്നില്ല, എൻ്റെ തീരുമാനങ്ങൾ ബാധിക്കുന്നില്ല. എൻ്റെ തീരുമാനങ്ങളൊക്കെ പെർഫെക്റ്റ് ആവും. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ശരിക്കുള്ള തീരുമാനം എടുക്കാൻ പറ്റും. സ്നേഹം ഹൃദയത്തിൽ വളർന്നു വരുന്നതോറും വിവേകബോധവും വളർന്നു വന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ റിവെഞ്ച്ഫുൾ ആറ്റിറ്റ്യൂഡ് വെക്കാതിരിക്കുക എന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിന്റെ അടുത്ത സ്റ്റെപ്പ് ഫൊർഗീവ്നെസ് ആണ്. ചാരുജി മഹാരാജനോട് ചോദിച്ചു ഫൊർഗീവ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ ചാരുജി മഹാരാജന് ഓൾവേസ് ഫൊർഗീവ്, ഓൾവേസ് ഫൊർഗെറ്റ് എന്നാണ്. വളരെ സയന്റിഫിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. അതാണ് ജീസസ് ക്രൈസ്റ്റ് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും റെസിസ്റ്റ് ചെയ്യുമ്പോൾ, റെസിസ്റ്റ് ചെയ്ത് നമ്മൾ അതിനെ തടുക്കുമ്പോൾ, ഫൊർഗീവ്നെസ് തടുപ്പിനെടുത്ത് കളയാണ്, അത് ബ്ലോക്ക് എടുത്ത് കളയാണ്. നേരെ മറിച്ചിട്ട് റിവെഞ്ച്ഫുൾ ആറ്റിറ്റ്യൂഡ് ബ്ലോക്ക് ചെയ്യണം, എൻ്റെ ഫ്യൂച്ചറിലേക്ക് യാത്രയെ ബ്ലോക്ക് ചെയ്യണം. അപ്പൊ അതിന് ഞാൻ ശക്തി കൊടുക്കുന്നു.
ആ ചിന്തയ്ക്ക് ശക്തി കൊടുക്കുന്നു. ആ ചിന്തയ്ക്ക് ശക്തി കൊടുക്കുമ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ വ്യക്തിക്ക് ശക്തി കൊടുക്കണം. എന്റെ ശത്രുവിന് ഞാൻ ശക്തി കൊടുക്കണം. ശത്രു ഉള്ളിലാണ്. ഭഗവത്ഗീതയിലും ഖുറാനിലൊക്കെ ശത്രു ഉള്ളിലാണ്. ഈ ശത്രുവിന് ശക്തി കൊടുക്കുന്ന ആരാണ്? ഞാൻ. അപ്പൊ എന്റെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തിലേക്കുള്ള കണക്ഷൻസ്, അതിന് സ്ട്രെങ്ത് കൊടുക്കുന്നത് ഞാനാണ്. ഞാൻ ആ സ്ട്രെങ്ത് എടുത്തു കളയുക. ഞാൻ അതിന് പവർ കൊടുക്കാണ്ടിരിക്കുക, സ്വർഗീക്കുക, പവർ ഇല്ലാണ്ടേ മാറും. അതോടുകൂടിയിട്ട് ഫ്യൂച്ചർ ശോഭനമാവും. ഫ്യൂച്ചർ പ്രസന്റിന്റെ കണ്ടിന്യൂഷൻ ആണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രസന്റ് സ്നേഹത്തിലാണെങ്കിൽ ഫ്യൂച്ചർ സ്നേഹത്തിലാവും. അപ്പൊ അങ്ങനെ സ്നേഹത്തിൽ ഉയർന്നവർ ഫ്യൂച്ചർ സ്നേഹത്തിൽ ഉയർന്നുകൊണ്ടിരിക്കും. ഭാവി എന്ന് പറയുന്നത്, ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ ഇവിടെ തന്നെ രൂപീകരിക്കപ്പെടും. ഇതാണ് ഗോൾ. ഇപ്പൊ തന്നെ ജീവിക്കണം എന്ന് പറയുന്നത്, നൗ ആൻഡ് ഹിയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സഹായിക്കുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? അവരെ സഹായിക്കുന്നു. ഇതൊരു സയൻസ് ആണ്. ഞാൻ ഫൊർഗീവ് ചെയ്യുമ്പോൾ, ഞാൻ സ്നേഹത്തിൽ ഉയരുമ്പോൾ എൻ്റെ ഈ വൈബ്രേഷൻസ് ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് എത്തുന്നു. തുടക്കത്തിലൊക്കെ എതിർപ്പുണ്ടായി എന്ന് വരാം. പതുക്കെ 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 ആ വ്യക്തി തിരിച്ചറിയാൻ തുടങ്ങുന്നു, ഇദ്ദേഹം ശരിക്കും മാറിയിരിക്കുന്നു. ഒരു തടസ്സമില്ല. നമുക്കൊരു സോഫ്റ്റ് സ്പോഞ്ചിന്റെ മുകളിൽ ഇടിച്ചാൽ സ്പോഞ്ചിന് ഒന്നും സംഭവിക്കില്ല. അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്നേഹത്തിന്റെ മുകളിൽ എത്ര ഇടിച്ചിട്ടും കാര്യമില്ല. ആ ഇടിച്ചാലുള്ള കൈ ക്ഷീണിക്കുന്നു മാത്രമേ ഉള്ളൂ. കൊടുക്കുന്നത് സ്നേഹത്തിന്, ഒഴുകുന്ന സ്നേഹമാണ്. ഇടിച്ചാലും പിന്നെയും സ്നേഹത്തിനാണ് വരുന്നത്. കബീർദാസി പറയും, ഒരു മാവിലേക്ക് കല്ല് വെച്ചെറിഞ്ഞാൽ മാങ്ങ തരുത്ര, മാവ് മാങ്ങയില്ല തരും, പഴുത്ത മാങ്ങ തരും. അതുപോലെ നമ്മുടെ എതിരെ എന്ത് ചെയ്താലും ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നത് സ്നേഹമായിരിക്കും. അത് എന്റെ ഡ്യൂട്ടിയാണ്. ബാബുജി മഹാരാജ് അതാണ് പറയുന്നത്, വാട്ട് യു ആർ നോട്ട് ഡൂയിങ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി, വാട്ട് ഐ ആം ഡൂയിങ് ഈസ് മൈ ഡ്യൂട്ടി. ആൻഡ് ഇഫ് യു ആർ നോട്ട് ഡൂയിങ് യുവർ റെസ്പോൺസിബിലിറ്റി, വൈ ഷുഡ് ഐ നോട്ട് ഡു മൈ ഡ്യൂട്ടി? നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് എൻ്റെ കടമ നിർവഹിച്ചുകൂടാ? ഞാൻ എൻ്റെ കടമ നിർവഹിക്കും, ഞാൻ സ്നേഹിക്കും. നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും ഞാൻ സ്നേഹിക്കും. നിങ്ങൾക്ക് എന്നെ വെറുക്കാം, പക്ഷെ ഞാൻ നിങ്ങളെ സ്നേഹിക്കും. ഇത് എൻ്റെ കയ്യിലുള്ള കാര്യമാണ്. ഇതിനെ ആർക്കും തടസ്സപ്പെടുത്താൻ സാധിക്കും. അങ്ങനെയാകുമ്പോൾ ആ വരുന്ന വ്യക്തി മാറിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ് അങ്കുലിമാലൻ മാറിയത്? എങ്ങനെയാണ് രത്നാകരൻ വാൽമീകിയെ മാറിയത്? ഈ തരത്തിൽ നമ്മുടെ മുമ്പിൽ ലോകം മാറിക്കൊണ്ടേയിരിക്കുന്നു. മനസ്സിൽ മാറുന്നു, പ്രപഞ്ചത്തിലും മാറ്റം വരുന്നു. അതുകൊണ്ടാണ് ബി ദ ചേഞ്ച് ദാറ്റ് യു വാണ്ട് ടു ബ്രിങ് ഇൻ ദിസ് വേൾഡ് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. നിങ്ങൾ ലോകത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാറ്റം ഉള്ളിൽ കൊണ്ടുവരിക എന്നതിന്റെ അടിസ്ഥാനം ഇതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരേക്കും വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.